38-ാം മിനിറ്റിൽ ആദ്യത്തെ കൂളിംഗ് ബ്രേക്കിന് ശേഷം, ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് അർജന്റീനയുടെ നായകനിൽ നിന്ന് ആ ഗോൾ വന്നത്. വിഖ്യാതമായ ആ ഗോള് നമ്മൾ ബാഴ്സയുടെ കുപ്പായത്തിലും ഇന്റർ മയാമിയുടെ കുപ്പായത്തിലും PSG-യുടെ കുപ്പായത്തിലും ഒക്കെ തന്നെ, അർജന്റീനൻ കുപ്പായത്തിലും ഒക്കെ തന്നെ ലിയോണൽ മെസ്സിയുടെ ആ ഇടംകാലം പ്രഹരം, സമാനമായ ഗോൾ എൽ ക്ലാസിക്കോയിൽ അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണ്ട്. അതുപോലെ അതിന് സമാനമായ ഒരു ഗോൾ തന്നെയാണ് വരുന്നത്. അൽമാഡ നീട്ടി നിൽക്കുന്ന പന്ത് ഫക്കുണ്ടോ മെഡീന ഒരു നല്ലൊരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അതിന് അൽമാഡയുടെ ഒരു ഡമ്മി, അതിനുശേഷം ലിയോണൽ മെസ്സി വളരെ അതിഗംഭീരമായി തന്നെ ആ പന്ത് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് അടിച്ചിറക്കുന്ന കാഴ്ച കണ്ടു. ഗോൾ കീപ്പർ, ഓസ്ട്രേലിയൻ ഗോൾ കീപ്പർ കാഴ്ചക്കാരനായി നിൽക്കുന്ന ഇതാണ് കണ്ടത്. ഒപ്പം തന്നെ മറ്റ് പ്രതിരോധ നിരക്കാർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ലിയോണൽ മെസ്സിയെ 38-ാം മിനിറ്റ് വരെ കൂട്ടാനായതിൽ മാത്രം ഓസ്ട്രിയയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ആശ്വാസം കൊള്ളാം. അതിനുശേഷം രണ്ടാം പകുതിയിൽ ഓസ്ട്രിയ കളന്നിറന്ന് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ അർജന്റീനയുടെ പ്രതിരോധ നിര, ലിസാൻഡ്രോ മാർട്ടിനസ് എടുത്തു പറയേണ്ടതുണ്ട്. ആ പേര് ഉയരക്കുറവിന്റെ പേരിലൊക്കെ തന്നെ പലകുറി ആ താരത്തിന് ആ പൊസിഷനിൽ കളിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം ചെയ്തവരുണ്ട്. പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനസ് ഈ മത്സരത്തിലെ സൂപ്പർ താരമായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ട. കാരണം അത്ര കണ്ട് മികച്ച പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സെന്റർ ബാക്ക് കാഴ്ചവെക്കുന്നത്. അതിനിടെ കുട്ടി റൊമേറോ ഒരു കാർഡ് കൂടി കണ്ടതോടുകൂടി ആ താരത്തെ മാറ്റി ഇപ്പോൾ നിക്കോളാസ് ഒട്ടാമെന്റിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു ടാക്കിൾ ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഫൗൾ കൂടി കൺസിഡർ ചെയ്ത് റെഡ് കാർഡ് ഒഴിവാക്കാൻ വേണ്ടിയാവണം ലിയോണൽ സ്കലോണി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. നിക്കോളാസ് ഒട്ടാമെന്റി എന്ന വെറ്ററൻ താരം, ഒരുപക്ഷെ അദ്ദേഹത്തിനും ഇത് അവസാന ലോകകപ്പാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയുടെ പ്രധാനപ്പെട്ട താരമായിരുന്നു. അർജന്റീനയുടെ ലോകകപ്പ് നേട്ടത്തിലെ പ്രധാന താരം. കോപ്പ അമേരിക്ക ടൂർണമെന്റിലടക്കം ലിയോണൽ മെസ്സി കഴിഞ്ഞാൽ നായകനായി നിൽക്കുന്ന താരം. എന്തായാലും ഒട്ടമെന്റി വരുന്നതോടുകൂടി ഒന്നുകൂടി പ്രതിരോധം നന്നായി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ അക്ഷയിലേക്ക് നമ്മൾ പോവുകയാണ്. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എന്തായാലും ആവേശത്തിന്റെ നിമിഷങ്ങളാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. അത് അവസാനം വരെ ആ ലീഡ് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയല്ലേ അർജന്റീൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അനിൽ, മെസ്സി ഒരു മിശികയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാ കളികളിലും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അതുതന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാർട്ടൺ ഹില്ലിലാണ്, തിരുവനന്തപുരത്തെ ലോ കോളേജ് ജംഗ്ഷൻ എന്നൊക്കെ തന്നെ പറയും. വലിയ ആവേശമാണ് ഇവിടെ. തിരുവനന്തപുരത്ത് അങ്ങ് നമ്മൾ പറയും അങ്ങ് വടക്കൻ കേരളത്തിലൊക്കെയാണ് ഫുട്ബോൾ ആരാധകർ എന്ന്. പക്ഷേ ഇന്ന് തെക്കൻ കേരളത്തിലുമുണ്ട് ഈ ഫുട്ബോൾ ആരാധകർ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്രയ്ക്കും ആവേശം തരുന്ന ഒരു കാഴ്ച. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ഈ LED വോളൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും ഈ ഫുട്ബോളിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പൊ അർജന്റീന കളിക്കാരനല്ല? അല്ല 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 എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട് കളി? അടിപൊളിയാണ്. അവര് തോക്കും. ആര് തോക്കും? അർജന്റീന. തോക്കണത് ഓസ്ട്രിയ, ജയിക്കുന്നത് അർജന്റീന. മെസ്സിയുടെ പ്രകടനം എങ്ങനെയുണ്ട്? ബ്രസീൽ തോക്കും. മെസ്സിയുടെ പ്രകടനം എങ്ങനെയുണ്ട്? റേറ്റിംഗ് 10. അത്രേ ഉള്ളൂ. എന്തായാലും വലിയ ആവേശത്തിലാണ്. എങ്ങനെയുണ്ട് പോലെ കളി? എങ്ങനെയുണ്ട്? കളികള സൂപ്പറാണ്. അപ്പോ അനിൽ, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഫുട്ബോളിനല്ല ക്രിക്കറ്റിനാണ് പ്രാധാന്യം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഫുട്ബോളിനും ആവേശമുണ്ട്. വഞ്ചിയൂരും തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹില്ലിലും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഈസ്റ്റ് ബോർഡിലൊക്കെ തന്നെ വലിയ വാളുകൾ വെച്ചുകൊണ്ടാണ് ഫുട്ബോളിനെ സ്വീകരിക്കുന്നത്. എന്തായാലും മോനെ, മെസ്സിയെ കണ്ടോ? നീ ബ്രസീലുകാരനാണല്ലേ? നെയ്മർ കപ്പടിക്കും. എടാ, അർജന്റീന അടിക്കില്ലേ? ഇന്നത്തെ കളിയിൽ ആരെയും ചിലപ്പോ സാധ്യതയുണ്ടെന്നാണ് അതിൽ പറയുന്നത്. എന്തായാലും വലിയ ആരാധകരാണ്, വലിയ ആവേശമാണ്. നെയ്മറുടെ ആരാധകനാണ്, പക്ഷെ ഇട്ടിരിക്കുന്നത് പോർച്ചുഗലിന്റെ ജേഴ്സിയാണെന്നുള്ള കൗതുകമുണ്ട്. എന്തായാലും പലപ്പോഴും പരിഹസിക്കുന്ന ഒരു വാക്കാണ് ബ്രാച്ചുകൽ എന്നുള്ളത്. അത് മറ്റൊരു കൗതുകമായി നിൽക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ആവേശമാണ് കണ്ടത് നമ്മൾ. തിരുവനന്തപുരത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അർജന്റീൻ ആരാധകർക്ക് ഇത് ആഘോഷത്തിന്റെ നിമിഷമാണ്. കാരണം അവർ കാത്തിരുന്ന ഒരു റെക്കോർഡ് തന്നെയാണ് അവരുടെ നായകൻ ലിയോണൽ മെസ്സി സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അറ്റാക്കേഴ്സും ആഗ്രഹിക്കുന്ന കാര്യം കാൽപന്ത് കളിയുടെ മഹാവേദിയിൽ ഒരു തവണയെങ്കിലും പന്ത് നേട്ടുക,
പന്ത് തട്ടുക, അവിടെ ഒരു ഗോൾ നേടുക, അതിനപ്പുറം അവിടെ നിന്ന് എക്കാലത്തെയും മികച്ച ഗോൾ വെട്ടക്കാരനായി മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. റൊണാൾഡോ ഒരുപാട് കാലം കൊണ്ടു നടന്നിരുന്ന റെക്കോർഡ് അതിനുശേഷം അത് മിറോസ്ലാവ് ക്ലോസെ 2014 ലോകകപ്പിൽ അത് മറികടക്കുന്നു. അതിനുശേഷം നീണ്ട കാലഘട്ടം അപ്പോൾ മെസ്സി തന്നെയായിരുന്നു സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക്കോട് കൂടിയാണ് ലിയോണൽ മെസ്സി അർജന്റീൻ നായകൻ ആ റെക്കോർഡിന് ഒപ്പമെത്തുന്നത്, 16 ഗോളുകൾ വീതം. ഈ മത്സരത്തിൽ മെസ്സിയുടെ ഗോൾ തുടക്കത്തിൽ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചതാണ് ആരാധകർ, പക്ഷേ അത് ഉണ്ടാവുന്നില്ല. വലിയ നിരാശയായിരുന്നു. ഒരുപക്ഷെ അർജന്റീന ആരാധകർ ആ പെനാൽറ്റി നഷ്ടത്തിൽ ഇപ്പോൾ നിരാശപ്പെടുന്നുണ്ടാവില്ല. കാരണം പെനാൽറ്റി അടിച്ച് റെക്കോർഡ് നേടിയല്ലോ എന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ പോലും കേട്ടേക്കാം. അത് ഒഴിവാക്കാൻ എന്തായാലും സാധിച്ചല്ലോ എന്ന തരത്തിലായിരിക്കും ഇപ്പോൾ അർജന്റീൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്തായാലും അവർ കാത്തിരുന്നത് പോലെ തന്നെ ഒരു അതിമനോഹരമായ ഒരു ഗോളിലൂടെ ലിയോണൽ മെസ്സിയുടെ ടച്ചുള്ള ആ ഇടൻകാലൻ പ്രഹരം, അത് ഒരു ഇടൻകാലൻ മിന്നൽ പിണറായി തന്നെ വന്ന ഒരു ഗോളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മത്സരം 74 മിനിറ്റിലേക്ക് പിന്നിടുമ്പോൾ 1-0 തന്നെ മുന്നിലാണ് അർജന്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.